Hello everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 3.4 ആണ്, വിച്ച് ഇസ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഈ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത്തരത്തിലൊരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും വൈ സി പ്ലസ് വൈ പി എന്നുള്ള ഫോമിലായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്നുള്ള പോലെ ആയിരിക്കും. വൈ സി എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും വൈ പി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നുള്ള പോലെ നമ്മൾ പറയുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനെ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഓക്സിലറി ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അത്തരത്തിലുള്ള ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് വൈ സി എന്ന് പറഞ്ഞ സൊല്യൂഷൻ കിട്ടുക. ഇനി വൈ പി കാണാനാണ് നമുക്ക് പ്രശ്നം വരുന്നത്. വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി ഓഫ് എക്സിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യണില്ല. ജി ഓഫ് എക്സിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഈ ഒരു ഹോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് വൈ പി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുക. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും വൈ പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനും കൂടി കിട്ടിയാൽ വൈ സി പ്ലസ് വൈ പി എന്നുള്ള ഫോമിൽ നമുക്ക് ജനറൽ സൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ സി നമുക്ക് കാണാനറിയാം. ഇനി വൈ പി കാണാനുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ ആ മെത്തേഡിൽ എന്തൊക്കെയാണ് പറയണത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മെത്തേഡ് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പെർട്ടിക്കുലർ കേസ് ഉണ്ട്. ഏതൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ 2 കണ്ടീഷൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഇതൊരു എന്താ പറയുക, കോൺസ്റ്റൻസ് എല്ലാം, ഇപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലെ കോഎഫിഷ്യൻസ് എല്ലാം ഫംഗ്ഷൻ്റെ വൈൻ്റെയും വൈൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ എല്ലാം കോഎഫിഷ്യൻസ് എപ്പോഴും കോൺസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, പക്ഷേ കോഎഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെയും വൈൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും കോഎഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റൻസ് ആണ് എന്നുള്ള കണ്ടീഷൻ അത് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഒപ്പം ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോൺ ഹോമോജീനിയസ് പാർട്ട് ഉണ്ടല്ലോ, അത് ഐദർ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആവണം, അല്ലെങ്കിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ സൈനിൻ്റെയും കൊസൈൻ്റെയും ടേംസിലുള്ള ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ഫംഗ്ഷൻ്റെ ഫൈനൈറ്റ് സമ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ ആവാം. ഇതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം പോളിനോമിയൽ എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും ആവാം അല്ലേ. അപ്പോൾ ഈ 4 കേസസിൽ മാത്രമേ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് വൈ പി കാണാൻ കഴിയുള്ളൂ. ജി ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ്, പോളിനോമിയൽ ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ ഓ കൊസൈൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് വരുന്ന ടേംസിൽ. ഇത്തരത്തിലാണ് ജി ഓഫ് എക്സ് പ്ലസ് ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൽ നോക്കുമ്പം വൈൻ്റെയും വൈൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ എല്ലാം കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ആക്ച്വലി മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ കഴിയും. അപ്പോൾ ഇനി അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് പറയാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 10 ആണ് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് അസ്യൂം ചെയ്തു. ഇനി അല്ല, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വരികയാണ് x² - 5x എന്നുള്ള പോലെ, ഇല്ലെങ്കിൽ 15x - 6 + 8e - x. ഇതിപ്പം e⁻x എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ വരുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് ജി ഓഫ് എക്സിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ ജി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ പറയുക,
എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണേന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ ജി ഓഫ് എക്സിനും കേസിലും നമുക്ക് എങ്ങനെയാണ് പോളിനോമിയൽസ് പർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ജനറൽ സൊല്യൂഷൻ യൂസിങ് അൺഡിറ്റർമിൻ കോഎഫിഷ്യൻസ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ എന്ന് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 2x² മൈനസ് 3x പ്ലസ് 6 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് വരുന്നത്. ഇത് ജി ഓഫ് എക്സ് വരുന്നുണ്ട് അല്ലെ. ജി ഓഫ് എക്സ് ഇവിടെ ഒരു പോളിനോമിയൽ ആണെന്നുള്ളത് ക്ലിയർ ആണ്. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത്തരത്തിലൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ് നമ്മൾ വൈ പി ആയിട്ട് ചൂസ് ചെയ്യുക. സോ വൈ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വൈ സി എങ്ങനെയാണ് കാണാമെന്നുള്ളത് നോക്കാം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് വൈ ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഹോമോജീനിയസ് പാർട്ട് കൺസിഡർ ചെയ്തു. ജി ഓഫ് എക്സിനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഹോമോജീനിയസ് പാർട്ട് മാത്രം എടുത്തു. ഹോമോജീനിയസ് പാർട്ടാണെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ്. സോ ഓക്സിലറി ഇക്വേഷൻ എഴുതാം അല്ലേ. സോ m² പ്ലസ് 4m മൈനസ് 2 is equal to 0 എന്ന് പറഞ്ഞ ഓക്സിലറി ഇക്വേഷൻ കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ട്സ് ആണ്. എമ്മിൻ്റെ രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് -2 മൈനസ് റൂട്ട് എക്സ്, ഒന്ന് -2 പ്ലസ് റൂട്ട് എക്സ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പം m1 m2 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂ കിട്ടുന്നുണ്ട്. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുക? c1 e raised to m1x പ്ലസ് c2 e raised to m2x എന്നുള്ള പോലെയായിരുന്നു നമ്മൾ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ m1ൻ്റെ പൊസിഷനിൽ -2 മൈനസ് റൂട്ട് എക്സും കൊടുത്തു, m2യുടെ പൊസിഷനിൽ -2 പ്ലസ് റൂട്ട് എക്സും കൊടുത്തു. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് കിട്ടുക y is equal to c1 e raised to minus of 2 plus root 6x plus c2 into -2 plus root 6x എന്നുള്ള പോലെ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വൈ പിയും കൂടി കിട്ടിയാൽ വൈ സി പ്ലസ് വൈ പി എന്നുള്ള പോലെ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ വൈ പി കാണാനായിട്ട് നമ്മൾ ജി ഓഫ് എക്സിനെ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ തന്നെയാണ് വൈ പി ആയിട്ട് ചൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ എക്സ്ട്രാ കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇനി ഫർദർ വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കതിനെ വൈ പി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ax² പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളൊരു അസംഷൻ നടത്തിയിട്ട് ഇതിൽ ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ എന്താ വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഇത്തരത്തിലാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻ കോഎഫിഷ്യൻസ് മൂവ് ചെയ്യുക. ഇതിലെ കോഎഫിഷ്യൻസ് നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തിട്ട് അതിനെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻ കോഎഫിഷ്യൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പം വൈ പി ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ട് നമ്മൾ വൈ പിനെ ചൂസ് ചെയ്തു, ax² പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈ പി ഈ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, അതായത് ഈ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് എന്നുള്ള പോലെ നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിട്ടില്ലേ. അത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്ച്വലി ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂവിനെ തിരിച്ച് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ജി ഓഫ് എക്സ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ ആ ജി ഓഫ് എക്സിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും അറിയണം. ഇപ്പോൾ വൈ പി എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ആണ്. അപ്പോൾ വൈ ഡാഷ് എന്ത് വരും? 2ax പ്ലസ് b എന്നുള്ള പോലെ വരും അല്ലേ. അതേപോലെ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2a എന്നുള്ള പോലെയും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമുക്ക് കിട്ടി. ഇത് രണ്ടും, അപ്പോൾ വൈയുടെ വാല്യൂവും വൈ ഡാഷിൻ്റെ വാല്യൂവും വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂവും നമ്മൾ ആക്ച്വലി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൈ ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് മൈനസ് 2y എന്നുള്ള പോലെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഇപ്പോൾ 2a പ്ലസ് 8ax പ്ലസ് 4b മൈനസ് 2ax² മൈനസ് 2bx മൈനസ് 2c എന്നുള്ള പോലെ കിട്ടും. ഇതിനെ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ജി ഓഫ് എക്സിനോട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ജി ഓഫ് എക്സിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കോഎഫിഷ്യൻസിനെയാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ജി ഓഫ് എക്സിൽ x² കോഎഫിഷ്യൻറ്റ് 2 വരുന്നത്.
ആൻഡ് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന -2a ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് ഇക്വേറ്റ് ചെയ്യാം? -2a is equal to 2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ a equal to 2/-2 which is equal to -1 എന്നുള്ള പോലെ കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ -1 ആണ് എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അടുത്തത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് RHSൽ -3 വരണേ. പക്ഷേ മേലെ LHSൽ നമുക്ക് കിട്ടുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഈ 8a ഉണ്ട് -2b ഉണ്ട്. അപ്പോൾ 8a - 2b ഈക്വൽ ടു -3 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. എയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞു -1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ -8 - 2b ഈക്വൽ ടു -3 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഈ -8 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2b is equal to -3 + 8 എന്നുള്ള പോലെയാണ് വരിക. അപ്പം 8 - 3 5 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. സോ b is equal to 5/2 എന്നുള്ള പോലെ നമുക്ക് വാല്യൂ വരും. ഓക്കെ സോറി -2b ആയിരുന്നു. സോ -b is equal to 5/2, b is equal to -5/2 എന്നുള്ള പോലെ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ a equal to -1 എന്ന് കിട്ടി, b is equal to -5/2 എന്നുള്ള പോലെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിയുടെ വാല്യൂവും കൂടി കണ്ടാൽ മതി. സിയുടെ വാല്യൂ കാണാൻ അടുത്ത കോൺസ്റ്റൻറ്റിന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. കോൺസ്റ്റൻറ്റ് ഇവിടെ 6 വരണേ. ഈ ഒരു കേസിൽ മേലത്തേൽ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടുന്നത് 2a ഉണ്ട് +4b -2c ഉണ്ട്. അപ്പോൾ മൊത്തം വാല്യൂ നമുക്ക് കൊടുക്കണം. സോ 2a + 4b -2c ഈക്വൽ ടു ഇവിടെ 6 വരണേ അല്ലേ. അപ്പം അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ വാല്യൂസും കൂടി കൊടുക്കുക. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയ -1 ആയിരുന്നു. സോ -2 വരും. പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ -5/2 എന്നുള്ള പോലെയായിരുന്നു. × 4 എന്നുള്ള പോലെ വരും. ആൻഡ് -2c ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ -2c ഈക്വൽ ടു 6 എന്നുള്ള പോലെയാണ് നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുക -2 -10 എന്നുള്ള പോലെയാണ് വരുന്നത് അല്ലേ. -2c ഈക്വൽ ടു 6 എന്നുള്ള പോലെ വരും. സോ -12 -2c is equal to 6 എന്നാണ് നമുക്ക് കിട്ടണേ. സോ -2c is equal to 6 + 12 എന്നുള്ള പോലെ നമുക്ക് വരും. അതായത് 18 എന്നുള്ള പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ -2c is equal to 18 ആണെങ്കിൽ c is equal to -9 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് YPയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് കിട്ടുക -x² -5/2x -9 എന്നുള്ള പോലെയാണ് നമുക്കിവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് YP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ YC + YP എന്നുള്ള പോലെയാണ് നമുക്ക് എന്ത് എഴുതാൻ കിട്ടുക? ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുക. സോ ജനറൽ സൊല്യൂഷൻ ഇപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. സോ നമുക്ക് ജനറൽ സൊല്യൂഷനായിട്ട് YC + YP എന്ന് എഴുതാം. YC നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. C1 e raised to -2 + √6 × x + C2 × e raised to -2 + √6 × x -x² -5/2x -9 എന്നുള്ള പോലെ നമുക്കതിൻ്റെ കൂടെ YPയും കൂടി ആഡ് ചെയ്താൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. സോ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം g(x) എന്താണെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഏതാണെന്നുള്ളത് എടുക്കുക. അപ്പോൾ പോളിനോമിയൽ ആണെങ്കിൽ ഡയറക്റ്റ് ഏതോടെ പോളിനോമിയൽ ആണോ അത് തന്നെ എടുത്താൽ മതിയാവും. പക്ഷേ സൈനും കോസും ഒക്കെ വരുന്ന കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് സൈന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സൈനിൻ്റെ ടേംസിലാണ്. സോ അവിടെ പറയുമ്പം അത് പറയാം. ഇപ്പോൾ സൈൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ g(x) 2 sin 3x എന്നുള്ള പോലെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ YP ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ g(x)ൻ്റെ എന്താ പറയുക സക്സസീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഡെറിവേറ്റീവ്സിൽ വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് ഉണ്ടല്ലോ അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി YPനെ ചൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ നേരത്തെ പോളിനോമിയൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോളിനോമിയലിനെ വീണ്ടും വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് പിന്നെ 0 എന്നുള്ള പോലെയാണ് നമുക്ക് വരിക. അപ്പോൾ സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ആണെങ്കിൽ ഒന്ന് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഫസ്റ്റ് ഓർഡർ ആവും, വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പം കോൺസ്റ്റൻ്റ് ആകും. അപ്പോൾ ഈ 3 കേസസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ
പോളിനോമിയൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്തത്. എക്സ് സ്ക്വയർ ടേമും എക്സ് ടേമും കോൺസ്റ്റന്റ് ടേമും വരുന്ന തരത്തിൽ നമ്മളവിടെ അസ്യൂം ചെയ്തത്. ഇവിടെ sin 3x വരുമ്പോൾ sin 3xൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് cos 3x കയറി വരും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും sin 3x തന്നെയാണ് വരിക. അപ്പോൾ sin 3xൻ്റെയും cos 3xൻ്റെയും ടേംസിൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്തായാലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ YP ചൂസ് ചെയ്യുക a cos 3x plus b sin 3x എന്നാണ്. ഈ ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വാല്യൂ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ആ കോയിഫിഷ്യൻസ് എന്താ വരിക എന്നുള്ളത്, അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്തിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടി മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദ ഡയറക്റ്റ് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ പോകാം. സോ ഇവിടെ 2 sin 3x വന്ന സ്ഥിതിക്ക് നമ്മൾ YP ചൂസ് ചെയ്യുക സം a cos 3x പ്ലസ് b sin 3x എന്നാ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ പോണേ. ഓക്കെ, അപ്പോൾ YP നമുക്ക് a cos 3x പ്ലസ് b sin 3x ഉണ്ട്. സോ YP ഡാഷ് എന്ത് വരും? മൈനസ് a sin 3x ഇൻറ്റു 3 എന്നുള്ള പോലെ വരും. സോ മൈനസ് 3a sin 3x, സോറി ഫോർ ദാറ്റ്. YP ഡാഷ് എന്ന് പറയുന്നത് മൈനസ് 3a sin 3x പ്ലസ് 3b cos 3x എന്നുള്ള പോലെ നമുക്ക് വരും അല്ലേ. അപ്പോൾ YP ഡാഷ് ഉണ്ട്. ഇനി അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് YP ഡബിൾ ഡാഷും കൂടി കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. സോ ഫൈനലി നമുക്ക് കിട്ടുക മൈനസ് 8a മൈനസ് 3b ഇൻറ്റു cos 3x ആൻഡ് 3a മൈനസ് 8b ഇൻറ്റു sin 3x. ഇതൊന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കുക കേട്ടോ. ആൻഡ് ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോണത് അപ്പുറത്തെ 2 sin 3xനോടാണ്. ഓക്കെ, അപ്പോൾ g ഓഫ് എക്സിനോട് ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെ sin 3xൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നത് 2 ആണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ sin 3xൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നത് 3a മൈനസ് 8b ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക 3a മൈനസ് 8b ഈസ് ഈക്വൽ ടു 2 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇപ്പുറത്ത് cos 3xൻ്റെ ടേമേ ഇല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ടേമേ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ cos 3xൻ്റെ കോഎഫിഷ്യൻറ്റ് ഇപ്പുറത്ത് വരുന്നത് മൈനസ് 8a മൈനസ് 3b എന്നായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോലെയും ദിസ് വൺ ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോലെയും രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എയും ബിയും. അതിനെ ലിങ്ക് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ അതാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടുന്നത്, ഒന്ന് മൈനസ് 8a മൈനസ് 3b എന്ന് പറയുന്നത് 0നോട് ഇക്വേറ്റ് ചെയ്യാം, ആൻഡ് 3a മൈനസ് 8b എന്ന് പറയുന്നത് 2നോട് ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പം ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. അതിനെ രണ്ടിനെയും സോൾവ് ചെയ്യാം. നമുക്ക് പല മെത്തേഡ് നിങ്ങൾ സ്കൂൾ ലെവൽ തൊട്ടേ പഠിക്കുന്നതാണ് ഇങ്ങനത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട്. ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, എയുടെ വാല്യൂ 6/73 എന്നും ബിയുടെ വാല്യൂ -16/73 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ YPയിൽ നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് YP ഇത്തരത്തിൽ കിട്ടും. ഇതാണ് നമുക്കിവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്തിട്ട് YP ഫോം ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ g ഓഫ് എക്സിൽ രണ്ട് വാല്യൂ വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒന്ന് 4x - 5 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനും, പിന്നൊന്ന് പോളിനോമിയൽ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എന്നുള്ള പോലെ, അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ പോലെ x e⁻²x എന്നുള്ള പോലെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് g ഓഫ് എക്സിനെ, g1 ഓഫ് എക്സ് പ്ലസ് g2 ഓഫ് എക്സ് എന്നുള്ള പോലെ. g1 ഓഫ് എക്സിനെ പോളിനോമിയൽ പാർട്ടിനെ മാത്രമായിട്ട് എടുത്തിട്ട് 4x - 5 എന്നുള്ള പോലെ മാത്രം കൺസിഡർ ചെയ്തു. ആൻഡ് g2 ഓഫ് എക്സിനെ ഈ ഒരു x e⁻²x എന്നുള്ള എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പെർട്ടിക്കുലർ സൊല്യൂഷൻ പോലെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മ് ചെയ്താലും മതിയാവും നമുക്ക് ടോട്ടൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടാൻ. ഫസ്റ്റ് ഇനി നമുക്കത് സോൾവ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ല, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താ വരിക എന്നുള്ളത് നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി, ഈ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്താ വരിക, y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 0 എന്നുള്ള പോലെ വരും. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കാണുമ്പം m² മൈനസ് 2m മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോലെ വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ്
-1ഉം 3യും ആയിരിക്കും. m1 is equal to -1, m2 is equal to 3. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് yc എന്ന് പറഞ്ഞ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് കിട്ടുക c1 e raised to -x പ്ലസ് c2 e raised to 3x എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് പോകണം. പെർട്ടിക്കുലർ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ g of xനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് 4x - 5, ഒന്ന് 6x e raised to 2x എന്നുള്ള പോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. g1 of x and g2 of x ആയിട്ട്. ഓക്കെ, ഇനി അതിൻ്റെ സെപ്പറേറ്റ് yp നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പം g1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ypനെ yp1 എന്നും g2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ypനെ yp2 എന്നും പറഞ്ഞും അസ്യൂം ചെയ്തു. ഇപ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ g1 of x എന്ന് പറയുന്നത് 4x - 5 ഒരു എന്താ പറയുക പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് ഓഫ് ഡിഗ്രി 1 അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള yp1 നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? സം ax + b എന്നുള്ള പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് x e raised to 2x ആയിരുന്നു. x e raised to 2x സം 6x e raised to 2x ആണ്. പക്ഷെ നമുക്ക് ഫംഗ്ഷൻ അവിടെ വരുന്നത് ആകെ x e raised to 2x മാത്രം. അപ്പോൾ ഈ x e raised to 2xനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? x ഇൻറ്റു ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. x ഇൻറ്റു e raised to 2x ഇൻറ്റു 2 എന്നുള്ള പോലെ വരും, പ്ലസ് e raised to 2x ഇൻറ്റു 1 എന്നുള്ള പോലെ വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരിക അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഫംഗ്ഷൻസ് ഒന്ന് നോക്കിയാൽ ഒന്ന് x e raised to 2x വരുന്നുണ്ട്, പിന്നെ ഒരു ഫംഗ്ഷൻ e raised to 2x സിംഗിളായിട്ടും വരുന്നുണ്ട്. ഇനി എത്ര ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഈ രണ്ട് ഫംഗ്ഷൻ അല്ലാതെ വേറെ ഒന്നും അതിൽ വരാൻ പോണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ പോണ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് e raised to 2xും ഒന്ന് x e raised to 2xും ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ അസ്യൂം ചെയ്യുക. സോ yp2 ആയിട്ട് നമ്മൾ എടുക്കുന്ന cx e raised to 2x പ്ലസ് e ഇൻറ്റു e raised to 2x എന്നുള്ള പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ yp മൊത്തത്തിൽ നമുക്ക് വരിക ax + b പ്ലസ് cx e raised to 2x പ്ലസ് e raised to 2x എന്നുള്ള പോലെ വരും. ഇനി ഇതിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കാരണം എയുടെയും ബിയുടെയും സിയുടെയും ഇയുടെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ തിരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ yp ഡാഷും yp ഡബിൾ ഡാഷും കാണുക, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന g of xലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 വരുന്നത്, ഇപ്പുറത്തെ സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -3a വരുന്നുണ്ട്, വേറെ ആരും വരുന്നില്ല. സോ -3a is equal to 4 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അവിടെ നിന്ന് എയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇനി ഇപ്പുറത്ത് കോൺസ്റ്റൻറ്റ് വരുന്നത് -5 ആണ്. -5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് വരുന്നത് -2a - 3b ആണ്. സോ -2a - 3b is equal to 5 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. ഒപ്പം x e raised to 2xൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ -3c ആണ്. -3c മാത്രമേ ഉള്ളൂ. സോ -3c is equal to ഇവിടെ 6 വരുന്നുണ്ട്. സോ -3c is equal to 6 എന്നുള്ള പോലെ ഒരു ഇക്വേഷൻ വരും. ഒപ്പം e raised to 2x എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ RHSൽ ഇല്ല, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ് വരിക. സോ 2c - 3e ഈക്വൽ ടു 0 എന്നുള്ള പോലെ നമുക്കൊരു ഇക്വേഷൻ വരും. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും ഇയുടെയും വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂസ് തിരിച്ച് ypയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് yp അല്ലേ. അപ്പോൾ ഈ ypയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷനായിട്ട് yc + yp എന്നുള്ള പോലെ ഇത്തരത്തിൽ എഴുതാൻ കഴിയും. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ മെത്തേഡിൽ ഒരു ഗ്ലിച്ചിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, y ഡബിൾ ഡാഷ് -5y' + 4y = 8 e raised to x എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ കാണാൻ പോകുമ്പോൾ, ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കാണാൻ പോകുമ്പോൾ, ഇപ്പോൾ ഡിഫറൻസിയേഷൻ ഓഫ് e raised to x, അപ്പോൾ e raised to x ആണ് നമുക്ക് തന്നിട്ടുള്ള എന്താ പറയുക g of xൽ വരുന്ന ആകെയുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി അതിനെ e raised to x നമ്മൾ എത്ര ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? നമുക്ക് e raised to x തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി yp സം a e raised to x എന്നുള്ള പോലെ നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ yp a e raised to x എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിതൊന്ന് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? yp ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? a e raised to x തന്നെ വരും. ആൻഡ് yp ഡബിൾ ഡാഷും a e raised to x തന്നെയാണ് വരിക. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? yp ഡാഷ് എന്ന് പറയുന്നത് a e raised to x -5 ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്നതും a e raised to x ആണ്, പ്ലസ് 4y എന്ന് പറയുമ്പം 4 ഇൻറ്റു a e raised to x എന്നുള്ള പോലെ വരും. ഇതൊന്ന് ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? ഇപ്പോൾ a e raised to x -5 a e raised to x പ്ലസ് 4 a e raised to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ വരുന്നത്? മൊത്തം 5 a e raised to x -5 a e raised to x എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ 0 is equal to ഇപ്പുറത്തെ 8 e raised to x അങ്ങനെ തന്നെ ഇല്ലേ?
പക്ഷേ 8e⁻x എപ്പോഴെങ്കിലും 0 ആവുക, എക്സ്പെനൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും 0 ആവില്ല എന്ന് നമുക്കറിയാം. സോ 0 = 8e⁻x എന്നാണ് നമുക്ക് കിട്ടുക. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം ഈ മെത്തേഡിലൊരു എറർ ഉണ്ട്. ആ എറർ എന്താണെന്നുള്ളതാണ് പറയാൻ പോണേ കേട്ടോ. അപ്പോൾ ആ എറർ വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഹോമോജീനിയസ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഹോമോജീനിയസ് പാർട്ട് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ആക്ച്വലി e⁻x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നതിൽ ഒരു ഫംഗ്ഷൻ e⁻x ആയിരിക്കും. അവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായിട്ട് e⁻x വന്നതുകൊണ്ടാണ്, ഇത് ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ടല്ലേ. ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആകുമ്പം ഓട്ടോമാറ്റിക്കലി അത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് പാർട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ e⁻x എന്ന് മാത്രമായിട്ട് ഞാൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവില്ല, ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പോൾ ഹോമോജീനിയസ് പാർട്ടിൽ സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഹോമോജീനിയസ് പാർട്ടിലെ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ g(x) എങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് YP ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. പകരം ഹോമോജീനിയസ് പാർട്ടിൽ വരാത്ത തരത്തിൽ, അതിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന തരത്തിൽ വേണം നമുക്ക് YPനെ ചൂസ് ചെയ്യാൻ. സോ ഇപ്പോൾ e⁻x മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് e⁻4x ആണ്. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് e⁻x മാത്രമേ വരുന്നുള്ളൂ. 8e⁻xനോട് റിലേറ്റഡ് ആയിട്ട് ഇവിടെ YCയിൽ വരുന്നത് e⁻x മാത്രമാണ്. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക x(e⁻x) എന്ന് വരുന്ന ടേം ആയിരിക്കും. ax(e⁻x) ആയിട്ടായിരിക്കും നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനിൽ e⁻x മാത്രമല്ല, ഇപ്പോൾ c(e⁻x പ്ലസ് c2 x(e⁻x) എന്ന് പറഞ്ഞ ടേം ഉണ്ടെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ x(e⁻x) നിങ്ങൾ പെർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് ചൂസ് ചെയ്യാൻ പാടില്ല, പകരം x² ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ട് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു റിസൾട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. If any YPI contains the terms that duplicate the terms in YC, then that YPI must be multiplied by x⁻n, where n is the smallest positive integer that eliminates that duplication. അതായത് YCയിലുള്ള അതേ ടേം നമുക്ക് YPയിൽ എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും എടുക്കരുത്. പകരം അതിലില്ലാത്ത YCയിൽ ഇല്ലാത്ത തരത്തിലുള്ള സ്മോളസ്റ്റ് n വെച്ചിട്ടുള്ള x⁻n വെച്ച് വേണം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ നേരത്തെ കേസിൽ e⁻x എന്ന് പറഞ്ഞ ടേം YCയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ നമ്മൾ x(e⁻x) ആയിട്ടാണ്, ax(e⁻x) ആയിട്ടാണ് YPനെ അസ്യൂം ചെയ്തത്. ഇനി നോക്കിയേ, e⁻xും x(e⁻x)ഉം x²e⁻x YCയിൽ, ആ ഫംഗ്ഷൻ്റെ YCയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അടുത്ത പവറാണ് ചൂസ് ചെയ്യുക, x³ ആയിട്ടായിരിക്കും YPനെ എടുക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് YPs ചൂസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ax(e⁻x) എന്ന് പറഞ്ഞ് YPനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊസീജിയറിന് ചേഞ്ച് ഒന്നുമില്ല. YP' കാണുക, തിരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെ വാല്യൂ കാണാം. ഓക്കെ, എയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇനി ഇതിൽ ഓരോ പെർട്ടിക്കുലർ സൊല്യൂഷൻസ് വരുന്ന കേസസ് പറയുകയാണ്. ഇപ്പം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് തന്നെ എടുക്കുക. ഇനി 5x + 7 എന്ന് പറഞ്ഞ ലീനിയർ ഫംഗ്ഷൻ ആണ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ax + b എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ YP എടുക്കുക. ഇനി അടുത്തത് 3x² + 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് വരുന്നതെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയായിരിക്കും നമ്മൾ YP ആയിട്ട് ചൂസ് ചെയ്യുക, ax² + bx + c. ഇതിനെ നമ്മൾ ഇനി സക്സസീവായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന വാല്യൂസ് x² ടേം ഉണ്ടാവും, എക്സിൻ്റെ ടേം ഉണ്ടാവും, കോൺസ്റ്റൻറ്റ് ഉണ്ടാവും എന്നുള്ള പോലെയാണ്. അപ്പോൾ ആ 3 കണ്ടീഷൻസും എടുത്തതാണ് കേട്ടോ. അപ്പോൾ ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്യൂബിക് പോളിനോമിയലാണ് നമ്മൾ എടുക്കുക. ഇനി sin 4x ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് sin 4x മാത്രമല്ല cos 4xും കൂടി കയറി വരും. അതിൻ്റെ സക്സസീവ് ഡിഫറൻസിയേഷനിൽ cos 4x എന്നുള്ളതാണ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഡെറിവേറ്റീവായിട്ട് വരിക. സോ അതിൻ്റെ രണ്ടിൻ്റെയും ടേം നമ്മൾ കൺസിഡർ ചെയ്യണം. sin 4x ആണ് തന്നിട്ടുള്ളതെങ്കിൽ a cos 4x + b sin 4x എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ YP എടുക്കുക. അതേപോലെ തന്നെ cos 4x ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനിൽ നമ്മളൊരു sin 4xൻ്റെ ടേമും കൂടി എടുക്കും. സോ a cos 4x + b sin 4x എന്ന് എടുക്കും. ഇനി അടുത്ത കേസ് എക്സ്പൊണൻഷ്യൽ വരുന്നതാണ്. e⁻5x എന്നുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ e⁻5x എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ കേസ് ഓർത്തിരിക്കേണ്ടത് YCയിലുള്ള ടേമാണ്
വരികയാണെന്നുണ്ടെങ്കിൽ സം എക്സ് ഇ റൈസ് ടു 5x എന്നുള്ള പോലെയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ കേസിലും വരുന്നത്. ഇപ്പോൾ sin 4x വരികയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി സൊല്യൂഷനിലുള്ളതാണെന്നുണ്ടെങ്കിൽ എക്സ് sin 4x എന്നുള്ള പോലെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. സോ അതേപോലെ 9x - 2 × e റൈസ് ടു 5x ഒരു പോളിനോമിയൽ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എന്നുള്ള പോലെ വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ പെർട്ടിക്കുലർ എടുക്കുക, ax + b × e റൈസ് ടു 5x എന്നുള്ള പോലെ. അതേപോലെ x² e റൈസ് ടു 5x ആണെങ്കിൽ x² കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കംപ്ലീറ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ എടുക്കണം. ax² + bx + c എന്നുള്ളത് × e റൈസ് ടു 5x എന്നുള്ള പോലെയാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ വരിക. അപ്പോൾ ഓരോ കേസിൽ അത് പറയുകയാണ്. ഇനി അടുത്തത് e റൈസ് ടു 3x × sin 4x ആണെങ്കിൽ sin 4x കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് cos 4x കൂടി കയറി വരണം അല്ലേ. അപ്പോൾ e റൈസ് ടു 3x അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ a e റൈസ് ടു 3x × cos 4x b e റൈസ് ടു 3x × sin 4x എന്ന് പറഞ്ഞ രണ്ട് ടേം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി 5x² × sin 4x ആണെങ്കിൽ x² കറസ്പോണ്ടിങ് ആയിട്ട് കംപ്ലീറ്റ് പോളിനോമിയൽ ax² + bx + c കംപ്ലീറ്റ് നമ്മൾ എടുക്കണം. sin 4x കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വാല്യൂ വരും, ഒന്ന് cos 4x ടേമും ഒന്ന് sin 4x ടേമും. അപ്പോൾ മൊത്തത്തിൽ ax² + bx + c × cos 4x വരും, ex² + fx + g × sin 4x വരും. അപ്പോൾ ഇത്രയും ടേം അവിടെ കയറി വരുന്നുണ്ട്. ഇനി അടുത്തതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ വരികയാണ്, x e റൈസ് ടു 3x × cos 4x. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ax + b എന്നുള്ള പോളിനോമിയൽ വരും, e റൈസ് ടു 3x കറസ്പോണ്ടിങ് ആയിട്ട് e റൈസ് ടു 3x തന്നെ, പക്ഷെ cos 4x കറസ്പോണ്ടിങ് ആയിട്ട് cos 4x വരും, sin 4x വരും. അപ്പോൾ ax + b e റൈസ് ടു 3x × cos 4x + cx + e റൈസ് ടു 3x × sin 4x. ഇത്തരത്തിലാണ് നമ്മൾ ഫോംസ് ഓഫ് YP നമ്മൾ ചൂസ് ചെയ്യണത്. ഓരോ g(x) കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണ YPs ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കോയിഫിഷ്യൻസ്, ഈ കോൺസ്റ്റൻസ്, അൺനോൺ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഇവിടെ പരിപാടി. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.